നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മത്സരചിത്രം തെളിഞ്ഞതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ബാക്കിയുള്ള 4ഇടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF. ഒറ്റപ്പാലത്ത് PK ശശിക്ക് കൈപ്പത്തി ചിഹ്നമില്ല. മത്സരിക്കുക UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായി. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തിയെന്നും കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്നും മന്ത്രി സജി ചെറിയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയെന്ന നീരസത്തിൽ എതിർ ക്യാമ്പുകൾ. അനാവശ്യ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. അവസരം കളയരുതെന്നും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും നിർദ്ദേശം. കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് അമൃത TVയുടെ നോട്ട് ദി പോയിന്റിൽ അടൂർ പ്രകാശ് MP. ഇറാനിലെ നദാൻസിൽ ആണവ നിലയത്തിൽ വീണ്ടും ആക്രമണം. ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഊർജ്ജ മേഖലകളിലെ ആക്രമണത്തെ അപലപിച്ചും കപ്പൽ പാതകളിലെ സുരക്ഷ ഓർമ്മിപ്പിച്ചും നരേന്ദ്രമോദി. സൗദിയിലേക്ക് നടത്തിയ വ്യോമാക്രമണ നീക്കങ്ങളെ വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം. പെരുന്നാൾ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത മലയാളി യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് 4 ദിവസമായി ദുരിതത്തിലായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 80ഓളം പേർ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ. വിഷു കണക്കിലെടുത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ നൽകും. പണം അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരുന്നു എന്ന് സർക്കാർ. ക്ഷേമ പെൻഷനായി 2ാം പിണറായി സർക്കാർ വിതരണം ചെയ്ത് 51,534 കോടി രൂപ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP, LDF, UDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം സെൻട്രൽ കരമന ജയൻ BJP സ്ഥാനാർത്ഥിയായപ്പോൾ നടൻ കരമന സുധീറാണ് മണ്ഡലത്തിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒറ്റപ്പാലത്ത് PK ശശി കൈപ്പത്തിക്ക് പകരം മറ്റൊരു ചിഹ്നത്തിൽ UDF സ്വതന്ത്രനായി മത്സരിക്കും. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം ശേഷിക്കെയാണ് സംസ്ഥാനത്ത് ഇടതു വലത് NDA മുന്നണികളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞത്. 3ാം ഘട്ടത്തിൽ 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച BJP തങ്ങളുടെ 97 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടുവന്ന RS അരുൺ രാജിനെ ചടയമംഗലത്തും BS അനൂപിനെ ചിറയൻകീഴിലും സ്ഥാനാർത്ഥിയാക്കി. തിരുവനന്തപുരത്ത് നടൻ കരമന സുധീർ ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ LDFിലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. കാസർഗോഡ് ഷാനവാസ് പാദൂർ, താനൂരിൽ മുഹമ്മദ് സമീർ, വള്ളിക്കുന്ന് TP മുസ്തഫ എന്നിവരെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDFിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് CPM വിട്ട PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകിയില്ല. പകരം സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും ശശി ജനവിധി തേടുക. കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും PK ശശി വിസമ്മതിച്ചു. 140 മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളായതോടെ ഇനി ശേഷിക്കുന്ന 18 ദിനം സജീവ പ്രചാരണത്തിൻ്റെതാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു പ്രവൃത്തി ദിവസം മാത്രം ബാക്കി നിൽക്കെ വിവിധ ജില്ലകളിൽ മന്ത്രിമാരും മുന്നണി നേതാക്കളും പ്രകടനത്തോടെ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തെക്കൻ കേരളവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു പ്രവൃത്തി ദിനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിവിധ ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലമായ നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ബുള്ളറ്റിൽ 50 ഓട്ടോകളുടെയും ബൈക്ക് റാലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും പത്രിക സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. നേമത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അവസരം കിട്ടിയാൽ അധ്വാനിക്കും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ 24 മണിക്കൂറും 365 ദിവസം എൻ്റെ ഒരു പരിശ്രമം ഉണ്ടാവും. और भारतीय जनता पार्टी बहुत ही अच्छा यहाँ प्रदर्शन भी करेगी और जीत भी हासिल भी करेगी, ये मुझे विश्वास है कि भारतीय जनता पार्टी केरल के अंदर एक
बहुत बड़ी पार्टी के रूप में भी उभर करके आएगी। ऐसा मुझे कार्यकर्ताओं का उत्साह और जो उमंग है और यहाँ की जो जनता चाहती है वो दिख रहा है। इसलिए मैं आप सभी को बहुत बहुत शुभकामनाएं देता हूँ और माननीय अध्यक्ष जी को भी बहुत बहुत शुभकामनाएं देता हूँ। നേമത്തെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി വി ശിവൻകുട്ടി, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളായ ആർ ശ്രീലേഖ, വി കെ പ്രശാന്ത്, കെ മുരളീധരൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചിറയൻകീഴിലെ LDF സ്ഥാനാർത്ഥി മനോജ് ഇടമന, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ, കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ്, വാമനപുരത്തെ LDF സ്ഥാനാർത്ഥി ഡി കെ മുരളി തുടങ്ങിയവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് 10 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF-ൽ 3 പേരും LDF-ൽ 5 പേരും BJP-യിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല, ചവറയിൽ ഷിബു ബേബി ജോൺ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ് എന്നിവർ പത്രിക നൽകി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാൽ, പത്തനാപുരം KB ഗണേഷ് കുമാർ, ചടയമംഗലം J ചിഞ്ചുറാണി, കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ, പുനലൂർ C അജയപ്രസാദ് എന്നിവർ പത്രിക നൽകി. BJP കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഡോക്ടർ N പ്രതാപ് കുമാറും ചാത്തന്നൂർ BB ഗോപകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 3 LDF സ്ഥാനാർത്ഥികളും 2 UDF സ്ഥാനാർത്ഥികളും 1 NDA സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക നൽകി. കോന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ, റാന്നിയിൽ പ്രമോദ് നാരായൺ, അടൂരിൽ പ്രിജി കണ്ണൻ, കോന്നി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, തിരുവല്ല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വർഗീസ് മാമൻ, തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി എന്നിവരാണ് പത്രികകൾ നൽകിയത്. ആറന്മുള മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജും പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിൽ വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രികകൾ സമർപ്പിച്ചു. മറ്റുള്ളവർ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. അണികൾക്കൊപ്പം ജാഥയായി എത്തിയായിരുന്നു പത്രിക സമർപ്പണങ്ങൾ. കളമശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി മന്ത്രി P രാജീവ് ഉൾപ്പെടെ LDF-ന്റെ 10 സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. രാവിലെ 11 മണിയോടെ പ്രവർത്തകർക്കൊപ്പം തൃക്കാക്കര ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി കാക്കനാട് കളക്ടറേറ്റിലെത്തിയാണ് മന്ത്രി പത്രിക സമർപ്പിച്ചത്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ഉടനീളം പര്യടനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കൊപ്പം ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളുടെ സ്നേഹം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അവരുടെ എല്ലാം ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രവർത്തന രീതി അത് നൽകുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്, തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ, ആലുവയിൽ AM ആരിഫ്, അങ്കമാലിയിലെ സാജു പോൾ, കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥി KJ മാക്സി, എറണാകുളത്ത് സാബു ജോർജ്, പറവൂരിൽ ടൈസൺ മാസ്റ്റർ, കുന്നത്തുനാട് പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളായ PV ശ്രീനിജൻ, ബേസിൽ പോൾ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിച്ചു. തൃപ്പൂണിത്തുറ മണ്ഡലം UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്, എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി TJ വിനോദും കൊച്ചിയിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. അങ്കമാലിയിൽ റോജി M ജോണും NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസും തഹസിൽദാർ ജയശ്രീ T മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ആലുവയിൽ UDF-ന്റെ അൻവർ സാദത്ത്, NDA-യുടെ ബ്രഹ്മരാജ് എന്നിവരും പത്രികകൾ സമർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ മാണി C കാപ്പൻ, ഷോൺ ജോർജ് എന്നിവർ മീനച്ചിൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് മുൻപാകെ പത്രിക സമർപ്പിച്ചു. കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ജില്ലാ കളക്ടർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. പൂഞ്ഞാറിൽ NDA-യുടെ PC ജോർജ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, KM രാധാകൃഷ്ണൻ, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, ജോർജ് കുര്യൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. തൃശൂർ ജില്ലയിൽ മന്ത്രി K രാജൻ, AC മൊയ്തീൻ, പത്മജ വേണുഗോപാൽ, KK വത്സരാജ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, രാജൻ പല്ലൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടുക്കി ജില്ലയിൽ പീരുമേട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K സലീംകുമാർ, ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, ദേവികുളത്ത് NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. മറ്റുള്ളവർ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. മലബാർ മേഖലയിൽ LDF, UDF, BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും പത്രിക സമർപ്പിച്ചു.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം 23 ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു തുടങ്ങി. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചു. അപ്പോൾ ഈ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് LDFും UDFും. അതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതേസമയം ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി PA മുഹമ്മദ് റിയാസും പേരാമ്പ്ര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണനും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൈവരിക്കും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ജയന്ത്, എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ, ഇവരെ കൂടാതെ തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ്, തിരുവമ്പാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CK കാസിം, കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്, T ദേവദാസ്, രാംദാസ് മണലേരി, M മോഹനൻ എന്നീ BJP സ്ഥാനാർത്ഥികളും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. ഈ നഗരത്തിന്റെ വികസന മുരടിപ്പ് തന്നെയാണ് ജനങ്ങളിലേക്ക് ഞങ്ങൾ പകർന്നു നൽകുന്നതും ആ വികസന മുരടിപ്പിൽ നിന്നും ഒരു മോചനമാണ് NDAയിലൂടെ ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞങ്ങൾ അംഗം കുറിച്ചു കഴിഞ്ഞു. ഇവിടെ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കുറഞ്ഞ ദിവസങ്ങൾക്കകം കേരളത്തിൻ്റെ ഭാവി അറിയാം. ജനങ്ങൾ ഒരു കൗണ്ട് ഡൗൺ ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ദുരിതത്തിൽ നിന്ന് കരകയറും. തവനൂരിൽ LDFനായി KT ജലീലും UDFനായി VS ജോയിയും പത്രിക സമർപ്പിച്ചപ്പോൾ മങ്കടയിൽ ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദ് പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റ BJP സ്ഥാനാർത്ഥി പ്രശാന്ത് മലവയൽ, കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ, ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ, ബത്തേരിയിലെ BJP സ്ഥാനാർത്ഥി AS കവിത എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ പോരിന് തുടക്കമായി. സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും നോമിനേഷൻ സമർപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തി വിളിച്ചോതി H സലാമിനൊപ്പം ആയിരങ്ങൾ അണിനിരന്നപ്പോൾ സുധാകരനൊപ്പം മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിൽ ഒപ്പം കൂടി. പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും വലിയ ചുടുകാട്ടിലെ ബലികുടീരത്തിലും VS അച്യുതാനന്ദൻ സ്മൃതി മണ്ഡപത്തിലും നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി H സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മണ്ഡലത്തിലെ ഇടതുപക്ഷ ശക്തി വിളിച്ചോതുന്നതായിരുന്നു പ്രകടനം. ആലപ്പുഴ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ മോബി ജെയ്ക്ക് മുമ്പാകെയാണ് സലാം പത്രിക സമർപ്പിച്ചത്. പിന്നാലെ പാർട്ടി വിട്ട് മറുചേരിയിൽ ചാടിയ മണ്ഡലത്തിലെ UDF പിന്തുണയുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനും പത്രികാ സമർപ്പണത്തിനായി എത്തി. LDFനെ അപേക്ഷിച്ച് പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ സുധാകരനൊപ്പം അണിനിരന്നത്. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വികസന നായകന് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യ വിളികളുമായാണ് പ്രവർത്തകർ സുധാകരനൊപ്പം ചേർന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം തിരികെ മടങ്ങവേ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിന് സമീപം H സലാമും G സുധാകരനും നേർക്കുനേരെത്തിയത് ആകസ്മികമായി. രാഷ്ട്രീയ പോര് മുറുകുമ്പോഴും സുധാകരന് കൈകൊടുത്താണ് സലാം മടങ്ങിയത്. മുന്നണികൾ മണ്ഡലത്തിൽ പരസ്യപ്പോരിനിറങ്ങിയതോടെ ഇനി അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന് മൂന്നാമൂഴം വിഫലമാണ് എന്ന് പറഞ്ഞ സുധാകരനൊപ്പം സർക്കാരിനെതിരെ പ്രചാരണവുമായി UDF രംഗത്തെത്തുമ്പോൾ പ്രവർത്തകരെ അണിനിരത്തി പ്രതിരോധം തീർക്കാനാകും LDF ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. K സുധാകരനെ പുകഴ്ത്തി G സുധാകരനെ വിമർശിച്ച് സജി ചെറിയാൻ. K സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത G സുധാകരനില്ല. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. ചേർത്തലയിൽ P പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് സജി ചെറിയാന്റെ കുറ്റപ്പെടുത്തൽ. K സുധാകരന് സീറ്റ് കിട്ടിയില്ല, പക്ഷേ അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. G സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ്. K സുധാകരൻ ആ വഞ്ചന കാണിച്ചില്ല. അതാണ് രാഷ്ട്രീയ ധാർമ്മികത. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ട എന്നും സജി ചെറിയാൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയതോടെ കടുത്ത അതിർത്തിയിൽ എതിർചേരികൾ. ഭരണം കിട്ടുകയാണെങ്കിൽ MLA-മാരുടെ കരുനീക്കത്തിന് തയ്യാറെടുക്കുകയാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലെത്തുന്ന കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനാകുന്നത്. പണ്ടേ പിടിമുറുക്കിയ KC വേണുഗോപാൽ പക്ഷം കൂടുതൽ ശക്തമായി എന്നതിന് അടിവരയിടുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. 95 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇക്കുറി മത്സരിക്കുന്നത്. ഇതിൽ 92 സീറ്റിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത്.
ഈ പട്ടികയിൽ ബഹുഭൂരിഭാഗവും KC പക്ഷമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും നോമിനികൾ എണ്ണത്തിൽ കുറവാണ്. ഭൂരിഭാഗം ജില്ലയിലും സ്ഥാനാർത്ഥികൾ ഏറെയും KCയുടെ നോമിനികളും. തൃശൂരിൽ 5-ലധികം നിയോജക മണ്ഡലങ്ങൾ KC പക്ഷം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് കുറവ്. കൊച്ചി മണ്ഡലത്തിനായി KC വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസും സതീശന്റെ നോമിനിയായ മുഹമ്മദ് ഷിയാസും അവസാനം വരെയും പോരാടിയിരുന്നു. ഒടുവിൽ സീറ്റ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് തന്നെ ലഭിച്ചു. UDF ഭരണത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ MLA-മാരിലൂടെ കരുനീക്കം നടത്താനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതേസമയം ഇപ്പോൾ അതൃപ്തിയും വിയോജിപ്പും പരസ്യമാക്കാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്ക് അതിന്മേൽ ഉത്തരവാദിത്വം ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന മുൻകാല അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാണിച്ചു എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് AICC നേതൃത്വം തീരുമാനിക്കും. പല മണ്ഡലങ്ങളിലും CPM BJP ധാരണയെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അമൃത TVയുടെ നോട്ട് ദ പോയിന്റിൽ സംസാരിക്കവെയാണ് UDF കൺവീനർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയായിരുന്നു അടൂർ പ്രകാശ് MP. കോന്നിയിൽ താൻ മത്സരിക്കണം എന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും MP-മാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതു തീരുമാനം എന്നറിയിച്ചതോടെ അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാട്ടിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്വമുണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് തേടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന കൺവീനർ എന്ന നിലയിൽ തനിക്ക് ഉറപ്പുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ തോൽപ്പിക്കാൻ CPM-ഉം BJP-യും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും UDF കൺവീനർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ UDF-നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി LDF രഹസ്യധാരണയിലൂടെ BJP-യുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടുത്ത അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിന് എത്തും. കണ്ണൂരിൽ K. സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നീടുണ്ടായ ചർച്ചകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊട്ടിത്തെറികളിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപകമായി. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനുള്ള അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കാനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പ്രചരണത്തിൽ ശ്രദ്ധ നൽകാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ ഇനി ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നതിന് മുൻപായാണ് സംസ്ഥാന നേതൃത്വത്തോട് ടീമായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്.
സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. നിലവിൽ KC വേണുഗോപാലുമായി ചേർന്നു നിൽക്കുന്ന നേതാക്കളായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ ഇടം പിടിച്ചത്. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N സുബ്രഹ്മണ്യം തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരിൽ പലരെയും അവസാന നിമിഷം ഒഴിവാക്കിയതിലും നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പെരുന്നാൾ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത മലയാളി യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 80ഓളം പേരാണ് 4 ദിവസമായി ദുരിതത്തിലായത്. വിസ കാലാവധി തീർന്നവരും അടിയന്തര ചികിത്സയ്ക്ക് പോകേണ്ടവരും ഇതിൽ ഉൾപ്പെടും. പെരുന്നാളിന് കുടുംബത്തോടൊപ്പം ചേരാമെന്ന പ്രതീക്ഷയിൽ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്തവരാണ് കഴിഞ്ഞ 4 ദിവസമായി ജിദ്ദയിൽ പെരുവയിലായത്. മാർച്ച് 18, 19 തീയതികളിൽ പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റുകൾ പുതിയ സാഹചര്യത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആവുകയായിരുന്നു. 9-ാം തീയതി ഹോട്ടലിൽ വന്നതാണ്, അൽ അസർ ഹോട്ടലിൽ വന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരെയായിട്ടും ഒരു റെസ്പോൺസ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രമാണ് ഈ ഗാക്കന്റെ അപ്രൂവലിന്റെ വിഷയം. ബാക്കിയുള്ള ഫ്ലൈറ്റുകളെല്ലാം ഓൺ ടൈമിൽ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതോടെ പെരുന്നാൾ ദിനവും കഴിഞ്ഞ് മാർച്ച് 21 യാത്ര അനിശ്ചിതത്തിൽ തുടരുകയാണ്. വിസിറ്റ് വിസയിലെത്തിയവർ, വിസ കാലാവധി തീരുന്നവർ, ചികിത്സക്കായി നാട്ടിലേക്ക് പോകുന്നവർ എന്നിവരെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എയർ ഇന്ത്യ അധികൃതർ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന് യാത്രക്കാരായ പ്രിൻസാദ്, സുബിൻ, ഫവാസ് എന്നിവർ പറഞ്ഞു. ഈ നിമിഷം വരെ എയർ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ട് ഒഫീഷ്യലായിട്ട് ആരും തന്നെ ഈ ഒരു നമ്മുടെ പാസഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർ പുതിയ നാളൊക്കെ 2-3 ഫ്ലൈറ്റൊക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് കാണിക്കും, അവസാന നിമിഷം ക്യാൻസൽ ആയിട്ട് തന്നെ കാണും. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ഒരു അനുഭവം അതാണ്. അതേസമയം കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ട്രാവൽസ് ഏജൻസി പ്രതിനിധികൾ അറിയിച്ചു. കുടുങ്ങിയ യാത്രക്കാരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ അനധികൃതമായി ഡ്രോൺ ഉപയോഗിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. അനുമതിയില്ലാതെ ഡ്രോൺ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ഇതിനകം തന്നെ അത്തരത്തിലുള്ള നിരവധി ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബ്രിഗേഡിയർ ജനറൽ നാസർ പറഞ്ഞു. നിലവിലെ സംഘർഷ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൊത്തം 107 തവണ സൈറൻ പ്രവർത്തിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. മിസൈൽ തടയൽ പ്രവർത്തനങ്ങൾക്കിടെ വീണ അവശിഷ്ടങ്ങളെ തുടർന്ന് 19 സംഭവങ്ങൾ കൈകാര്യം ചെയ്തതായും ആകെ റിപ്പോർട്ടുകളുടെ എണ്ണം 461 ഉയർന്നതായും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസ് സൗദി ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ മാസം 26 മുതൽ സൗദി വിമാനത്താവളം വഴി കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ചില വിമാനങ്ങൾ പുറപ്പെടുമെന്നും എയർലൈൻ അറിയിച്ചു. യാത്രാ ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ കുവൈറ്റിലെ അൽ ഖൈറാൻ മാളിൽ ആരംഭിക്കും. എന്നാൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ എപ്പോൾ ആരംഭിക്കുമെന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. സൗദി അറേബ്യയിലേക്ക് പെരുന്നാൾ ദിവസങ്ങളിലും ഇന്നും വൻ വ്യോമാക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയുടെ കിഴക്കൻ മേഖല ലക്ഷ്യമാക്കി ഇന്ന് ശനിയാഴ്ച പുലർച്ചെ മുതൽ ഉച്ചവരെ മാത്രം 51 ഡ്രോണുകൾ തടയുകയും നശിപ്പിക്കുകയും ചെയ്തതായി മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽമാലിക്കി വ്യക്തമാക്കി. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇതുവരെ സൗദി പ്രതിരോധ മന്ത്രാലയം ആകെ തകർത്തത് 531 ഡ്രോണുകളും 33 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളുമാണ്. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയും ആരാധനാ കർമ്മങ്ങളും പൂർത്തിയാക്കി ലോകമെങ്ങുമുള്ള മുസ്ലിം വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. സൗദി അറേബ്യയിലും കേരളത്തിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഒരേ ദിവസം ചെറിയ പെരുന്നാൾ വന്നതിൻ്റെ ആവേശത്തിലായിരുന്നു വിശ്വാസികൾ. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നത് ഇരട്ടി മധുരമായി. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. تتقربين بها إلى ربك.
ക്ഷേമ പെൻഷൻ നേരത്തെ നൽകാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഉടൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം 25-നും ഏപ്രിൽ മാസത്തെ പെൻഷൻ 1-ാം തീയതി നൽകാനുമാണ് തീരുമാനം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ നീക്കം. വിഷു പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി നേരത്തെ നൽകുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമാണ് വിഷയമെന്ന ചർച്ചകൾ വരാതിരിക്കാൻ സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ പെൻഷനുള്ള പണം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിലും നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ തുടരാൻ സർക്കാരിന് സാധിക്കും. 62 ലക്ഷം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 26,62,000 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴിയും വിതരണം ചെയ്യും. പെൻഷൻ വാങ്ങുന്ന വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വിതരണം സഹായിക്കുമെന്ന് ഭരണമുന്നണിയും ഇതൊന്നും വോട്ടായി മാറില്ല എന്നാണ് പ്രതിപക്ഷവും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനിൽ നിന്നും വീണ്ടും എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറികൾ പദ്ധതിയിടുന്നു. ഇറാനിയൻ ക്രൂഡ് ഓയിൽ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമാണ് ഈ നിർണായക നീക്കത്തിന് പിന്നിൽ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു. കപ്പൽപാത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും സമാധാനം പുലരുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനിലെ പ്രധാന ആണവ നിലയമായ നദാൻസിന് നേരെ വീണ്ടും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് YouTube കാണുക.